അച്ചാർ നമുക്ക് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരച്ചാറാണ്. അത് കേതളം എന്ന് പറഞ്ഞ മീനും കൊണ്ടാണ് ചെയ്യുന്നത്. അച്ചാർ നമുക്ക് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, മീൻ കപ്പയ്ക്കും ചോറിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുഴുവനും നമുക്കിത് ഉപയോഗിക്കാം. പച്ചമുളക്, ഇഞ്ചി, ഉലുവപ്പൊടി, കായപ്പൊടി, കടുക്, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, വെളുത്തുള്ളി, വിനാഗിരി, ഉപ്പ്. ഇപ്പം വറുത്ത് വെച്ച മീനാണ് ഇത്. കേതള മീൻ വറുത്ത് വെച്ചതാണ്. മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് വറുത്ത് കോരി വെച്ചതാണ്. നമുക്കിനി ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഞാനിതിലേക്ക് വെളുത്തുള്ളി ഇടുവാണ്. വെളുത്തുള്ളി ഇതാ ഒരു കുറച്ചുണ്ട്, ഒരു 150 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി മൂത്ത് വരട്ടെ. അപ്പം ഞാൻ പച്ചമുളക് ഇടാൻ പോവാണ്. പച്ചമുളക് വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, ഒരു 10 പച്ചമുളക്. ഇഞ്ചി ഇതാ ഇത്ര ഇഞ്ചി. ഇനി ഇതൊന്ന് മൂത്ത് വരണം. 10 പച്ചമുളകായിട്ടത്, 75 ഗ്രാം ഇഞ്ചി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി. ഇത് മൂന്നും കൂടെ, വെളുത്തുള്ളി ഒരു പകുതി മൂപ്പായപ്പോഴാണ് ഈ 2 സാധനം ഇട്ടത്. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മൂത്ത് വരണം. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. ഒരു 3 സ്പൂണ് കാശ്മീരി പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ, വലിയ സ്പൂണിന്. ഒരു 3 സ്പൂണ് എരിവുള്ള മുളക് പൊടി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതിനകത്തേക്ക് ശകല ഉലുവപ്പൊടി, ഒരു കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത്, ഇതൊന്ന് ഈ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് ചെറുതാക്കി, കരിഞ്ഞു പോകരുത്. തീ നല്ലോണം കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ നമുക്ക്. അല്ലെങ്കിൽ പച്ചച്ചവ ഉണ്ടാകും ഇത് നന്നായിട്ട് മൂത്തില്ലെങ്കിൽ. അതിനാണ് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. ഞാൻ ഈ മീൻ വറുത്ത് കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്, അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഈ മീൻ ചേർക്കുകയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഇത് നന്നായിട്ട് ഈ എണ്ണയും ഒക്കെ ഒഴിച്ച് ഇത് കണ്ടോ, മീൻ നല്ല ഇതായിട്ടുണ്ട്. ഇനി ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുറച്ച് സുർക്ക ഒഴിക്കാം.
നമുക്കിതൊന്ന് ഇളക്കി. ഈ ഷൊർക്ക എന്ന് പറയുന്ന വിനാഗിരിയാണ്. ഇത് ഞാൻ ഈ ഷൊർക്ക എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് ഷൊർക്ക എന്ന് പറയുന്നത്. ഇത് വിനാഗിരിയാണ്. ഇതിപ്പോൾ നമുക്ക് എടുത്ത് വെക്കാനുള്ള മീനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വർഷത്തേക്കോ 6 മാസത്തേക്കൊക്കെ നമ്മളിത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ പാകം തന്നെ മതി. ഇതിനകത്ത് ഇനി വെള്ളം കൂട്ടരുത്. പക്ഷേ ഞങ്ങളിതിപ്പോൾ ഉടനെ എടുക്കാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ലേശം ഗ്രേവി വേണ്ടത് കൊണ്ടും ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണേ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പം ഞാൻ ഉപ്പ് ചേർക്കട്ടെ. ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മീൻ പിന്നെ കോരിയ ഒരു ഗ്രേവി ഉണ്ട്. ഇത് ഇതിനകത്തേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ കളയുമൊന്നും വേണ്ട. അത് നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുകയാണ്. ഒന്ന് ചെറുതാക്കി നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇപ്പം കണ്ടോ, ഞാൻ അത്രയും വെള്ളം ചേർത്തിട്ടും നന്നായിട്ട് കുറുകി. കണ്ടോ? അപ്പോൾ നമുക്കൊരിച്ചിരി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം. അപ്പം എൻ്റെ മീനച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കാൻ എൻ്റെ സ്വന്തം ഷീബെ റെജി ഞാൻ വിളിക്കാം കേട്ടോ. ഒന്ന് നോക്കിയിട്ട് പറ. ആൻസി ചേച്ചി നന്നായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഓഫീസിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ടേസ്റ്റ് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി. ഇനിയും മീനച്ചാർ ഇടണമെന്ന് പറഞ്ഞു, അവർക്ക് കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, സൂപ്പർ. ഷീബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു അനുസരിച്ച്. നാളെ കൊണ്ടിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടമായി. അവരിനി അനുസരിച്ച് കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അതെ, അവർക്ക് ഷീബയ്ക്കും റെജിക്കും ഞാൻ ഇട്ട അച്ചാർ ഇഷ്ടപ്പെട്ടു. ഇതിന് മുമ്പ് ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ ഓഫീസിലും ഷീബ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അവൾ എന്നോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തത് അതിന് സൂപ്പറായി എന്ന് അവർ പറയുന്നു. ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം.